നമ്മൾ ഈ ലോകം തന്നെ ഒരു ആൺലോകമാണ്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പറയുമ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്ക് തന്നെ ഇഷ്ടപ്പെടാറില്ല. അങ്ങനത്തെ ഒരു വിഷയം ടോട്ടൽ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു ആണാധിപത്യം, ആൺ മേൽക്കോയ്മയുടെ ഒരു സാധനമുണ്ട്. അത് പറയുന്ന സ്ത്രീകൾ, ഒറ്റപ്പെട്ട ചില സ്ത്രീകളെ പോലും ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും നമ്മൾ കാണുന്നില്ലേ, അവരെ പിന്നെ മാറ്റി നിർത്തുന്ന. അപ്പം അതുകൊണ്ട് മറ്റു സ്ത്രീകൾ പോലും എന്ത് ചെയ്യുന്നു, ഇതിനോട് ജീവിച്ചു പോണ്ടേ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ ആൺകോയ്മത്തര രാഷ്ട്രീയത്തിലേക്കാണ്. ഈ ആൺകോയ്മത്തരല്ലേ, നമ്മളെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? കേരളം ഇതിലേക്കോ നമ്പർ 1 ആണെന്ന് സ്വയം ഇരുന്ന് പറയുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഈ പറയുന്നതൊക്കെ. പക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി കൊണ്ട് കാണിച്ചത് ഇവിടെ സ്ത്രീകളിലായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിനിമ ഒരു ആൺകോയ്മയുടെ സ്ഥലമാണ്, ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ആൺകോയ്മയുടെ സ്ഥലമാണ്. പിന്നെ സീരിയലുകളിൽ മാത്രം അത് സംഭവിക്കാൻ, എന്നിട്ട് തന്നെ എന്താ അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ മൊത്തം അമ്മായിമ്മ പോലും അങ്ങനെ നടക്കുന്ന ഒരു വില്ലൻ ഇതിലേക്ക് പരിവേഷങ്ങൾ നൽകുന്ന, അതിൽ മുഴുവൻ ആണുങ്ങൾക്ക് പാവങ്ങളാണ്. അതിൽ ആ സീരിയലുകളിൽ മുഴുവൻ സ്ത്രീകളാണല്ലോ ഭയങ്കര പ്രശ്നക്കാരികളായിട്ട്. നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് ചെയ്യാൻ അറിയാൻ പാടുള്ളൂ എന്ന് നമ്മൾ ധരിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. നമുക്ക് കരയാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാനേ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഈ കഥകളിലൂടെ സിനിമകളിലൂടെയും കാണിക്കുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. വ്യത്യസ്തമായിട്ട് സീരിയലുകളിലൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അതൊന്നും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ചാനലിൻ്റെ തലപ്പത്ത് നിന്ന് വിളി വരും. അതിൻ്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അതൊന്നും മാറ്റിപ്പിടിക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ എൻ്റെ കൂടെയുള്ളത് നമ്മൾ മധുരക്കണക്കിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പോവുകയാണ്. ഡിസംബർ 4 നമ്മുടെ തിയേറ്ററിൽ റിലീസാവുന്ന മധുരക്കണക്കിന്റെ വിശേഷങ്ങളെല്ലാമായിട്ട് നമ്മുടെ ഒപ്പം നിഷ് ചേച്ചിയുണ്ട്, ഹരീഷ് ചേട്ടനുണ്ട്. ഹലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ രണ്ടുപേരും? എനിക്ക് ചേച്ചി ഇന്നിപ്പോ ഇങ്ങനെ നല്ല ചിരിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം എന്താന്ന് പറയാ ഹർഷേട്ടാ, ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് ഞാനും ചേച്ചിയും കൂടെ കാണുമ്പോൾ അന്ന് ചേച്ചിക്ക് വയ്യായിരുന്നു. ചേച്ചിക്ക് ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ചേച്ചി വന്ന് എനിക്കൊരു ഇന്റർവ്യൂ തന്നത്. അന്ന് ചേച്ചിക്ക് വയ്യ, ഭയങ്കര ക്ഷീണിച്ച്, പക്ഷെ പാവം എന്നിട്ടും നമുക്കൊരു ഇന്റർവ്യൂ തന്നു. കുറച്ച് ഇൻബിറ്റ്വീൻ ഞങ്ങൾ ബ്രേക്ക് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ അന്ന് ഞാൻ കാണുന്ന നിഷ ചേച്ചി അല്ല കേട്ടോ. ഇന്ന് കാണുമ്പോൾ ചേച്ചി ഭയങ്കര ഫ്രഷ് ആയിട്ട് ബാക്ക് ടു ആക്റ്റീവ് ആയിട്ട് തന്നെ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം ചേച്ചി. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു വരും. അതെ, എന്നോട് ചേച്ചി പറഞ്ഞു നവംബറിൽ ഇനി നോക്കിക്കേ, എനിക്കൊരു സർപ്രൈസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാവും പറയാൻ. ഞാൻ നവംബറിൽ പറയാട്ടോ എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ മധുരക്കണക്ക് എന്താണ്? ഈ മധുരക്കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലത്തെ ആണോ എന്താ ഹരീഷേട്ടാ? മധുരം നിറഞ്ഞ ഒരു കണക്കിന്റെ വഴിയാണ്. അതായത് എൻ്റെ കഥാപാത്രം റിട്ടയർ ചെയ്തൊരു കണക്ക് അധ്യാപകനാണ്, റിട്ടയർഡ് സ്കൂൾ മാഷാണ്. അപ്പം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കണക്ക് കൂട്ടലുകളുടെയും ആ കണക്ക് കൂട്ടിയത് കണക്കുകളുടെ തെറ്റലുകളുടെയും അതിൻ്റെ ശരി വഴികളിലേയും കൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. അപ്പം നമുക്കറിയാമല്ലോ, ഈ കണക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് സയൻസിൻ്റെയോ മറ്റ് ഹിസ്റ്ററിയോ ഒന്നും പോലെയല്ല. ആദ്യമേ ഉത്തരമില്ലാത്തൊരു സാധനമാണ്. മറ്റേതിനൊക്കെ ഉത്തരം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഇങ്ങനെ വായിച്ചു പോയാൽ മതി. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കണക്കിന്, അല്ലേ? അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ഉത്തരം കിട്ടുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതായിരുന്നു അതിൻ്റെ. എന്നാലും നമുക്ക് സംശയം വരും, ശരിയാണോ തെറ്റാണോ, ശരിയാണോ. അവിടെയാണ് ഈ കഥാപാത്രങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. ഈ സിനിമയുടെ കഥാപരിസരം എന്ന് പറയുന്നത് അത്തരം ഒരു ഹരണ പ്രക്രിയയുടെയും ഗുണന പ്രക്രിയയുടെയും ഇടയിലുള്ള ഓരോരോ അക്കങ്ങളും അക്ഷരങ്ങളുമാണ് ഈ കഥാപാത്രങ്ങൾ മുഴുവൻ. ഓ, അപ്പൊ എല്ലാരും ഹരിച്ചും ഗുണിച്ചും ആക്കിയാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സീരിയലും ചെയ്തു, അതിനുശേഷം സിനിമയും ചെയ്തു. ഇന്ന് ഇതിനിടയിൽ രണ്ടും മിക്സ് ചെയ്ത് ഇപ്പൊ ചേച്ചി രണ്ടും എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും കൂടെ ആയിട്ട് ചോദിക്കുന്നത്, ചേച്ചി ഇപ്പം നമ്മൾ പൊതുവെ കാണുന്ന ഒരു രീതി, സിനിമയിൽ വരുമ്പോൾ നേരെ ആണുങ്ങൾക്കാണ് നമ്മൾ കൂടുതലും അവിടെ ഒരു, ചേച്ചി മുമ്പ് പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഇന്നിപ്പോൾ കഥാപാത്രമേ ഇല്ലല്ലോ, ക്യാരക്ടർ ഇല്ല. എന്നാൽ സ്മോൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ സീരിയലുകളിൽ നേരെ പുരുഷന്മാരെ ഒന്ന് ബാക്കിൽ നിർത്തിക്കൊണ്ട് അവിടെ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം സീരിയലും സിനിമയും ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ പോലും നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത് തോന്നിയിരുന്ന വ്യത്യാസം? സത്യത്തിൽ നമ്മൾ ഈ ലോകം തന്നെ ഒരു ആൺലോകമാണ്. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പറയുമ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾക്ക് തന്നെ ഇഷ്ടപ്പെടാറില്ല, സ്ത്രീകൾക്ക് തന്നെ അതിനെ അംഗീകരിക്കാറില്ല. അങ്ങനത്തെ ഒരു വിഷയം ടോട്ടൽ ജീവിതത്തിൽ നമുക്ക് കാണാം.
ഒരാണാധിപത്യം, മേൽക്കോയ്മയുടെ ഒരു സാധനമുണ്ട്. അത് പറയുന്ന സ്ത്രീകളെ, ഒറ്റപ്പെട്ട ചില സ്ത്രീകളെ പോലും ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും നമ്മൾ കാണുന്നില്ലേ, അവരെ പിന്നെ മാറ്റി നിർത്തുന്ന. അപ്പം അതുകൊണ്ട് മറ്റു സ്ത്രീകൾ പോലും എന്ത് ചെയ്യുന്നു, ഇതിനോട് ജീവിച്ചു പോണ്ടേ, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ ആൺകോയ്മത്തര രാഷ്ട്രീയത്തിൽ കണ്ടില്ലേ, ഈ ആൺകോയ്മത്തരല്ലേ. നമ്മളെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? കേരളം ഇതിലേക്കോ നമ്പർ 1 ആണെന്ന് സ്വയം ഇരുന്ന് പറയുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഈ പറയുന്നതൊക്കെ. പക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി ഒന്ന് കാണിച്ചത് ഇവിടെ സ്ത്രീകളില്ലായിട്ടാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിനിമ ഒരു ആൺകോയ്മയുടെ സ്ഥലമാണ്, ഉറപ്പിച്ച് ഞാൻ പറയുന്നത് ആൺകോയ്മയുടെ സ്ഥലമാണ്. അതിൻ്റെ എല്ലാ ഘടനകളും അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് മാറി മാറി മറഞ്ഞ് വന്നാൽ നല്ലത്. അതിൻ്റെ ചില തുടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം അതിനെപ്പറ്റി സീരിയലുകളിൽ മാത്രം അത് സംഭവിക്കാൻ, വീട്ടിൻ്റെ ഉള്ളിലെ പ്രേക്ഷകരായതുകൊണ്ട്. എന്നിട്ട് തന്നെ എന്താ, അവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ മൊത്തം അമ്മായിയമ്മ പോരും അങ്ങനെ നടക്കുന്ന ഒരു വില്ലൻ ഇതിലേക്ക് പരിവേഷങ്ങൾ നൽകുന്നത്. അതിൽ മുഴുവൻ ആണുങ്ങൾക്ക് പാവങ്ങളാണ്. അതിൽ സ്ത്രീ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് മുഴുവൻ സ്ത്രീകളാണല്ലോ ഭയങ്കര പ്രശ്നക്കാരികളായിട്ട് നടക്കുന്നത്. അതും ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്. അതിൽ സ്ത്രീകൾ പ്രേക്ഷകരാണെങ്കിൽ പോലും, സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യവസ്ഥിതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു മാറ്റം ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് ചെയ്യാൻ അറിയാൻ പാടുള്ളൂ എന്ന് നമ്മൾ ധരിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നം. നമുക്ക് കരയാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാനേ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഈ കഥകളിലൂടെയും സിനിമകളിലൂടെയും കാണിക്കുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും മുന്നോട്ട് വന്നാൽ ചിലപ്പോൾ ഇതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഒരു സിനിമ കണ്ടാൽ സ്ത്രീക്ക് അയ്യോ ചേട്ടാ അത് ചെയ്യല്ലേ, അയ്യോ അല്ലെങ്കിൽ കരയുക അല്ലേ, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് അത് പറയിക്കല്ലേ, അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ലോക സിനിമ നല്ല അല്ലേ, ഒരു പെൺകുട്ടിയാണ് ആ സിനിമ മൊത്തം കൊണ്ടുപോകണത്. അങ്ങനെ പെൺകുട്ടികൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയില്ലേ ഇല്ലേ. ഇപ്പോൾ വൈജയന്തി IPS, അത് ലേഡി ചെയ്ത് വിജയിപ്പിച്ചൊരു മൂവിയല്ലേ. എത്രയോ മൂവി ലേഡി മാത്രം ചെയ്ത് വിജയിപ്പിച്ച എത്രയോ മൂവിയിലുണ്ട് ഇല്ലേ. അപ്പോൾ അതുപോലെ മൂവീസ് വരണം. ഇപ്പം സീരിയലുകളിൽ എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലം. പിന്നെ ഇപ്പം അത് മാറ്റം വന്ന് കുറേശ്ശെ ഇപ്പം അത് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ ഈ കരച്ചിൽ നിന്നൊക്കെ മാറി എല്ലാം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, സ്ത്രീക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വരാനൊക്കെ ആരെങ്കിലും വ്യത്യസ്തമായിട്ട് സീരിയലുകളിലൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അതൊന്നും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ചാനലിന്റെ തലപ്പത്ത് നിന്ന് വിളി വരുമ്പോൾ അതിന്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അതൊന്നും മാറ്റി പിടിക്കും. ഈ കഥാപാത്രം അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരാം. അങ്ങനെ വരുമ്പോൾ അവരും അതിന് തയ്യാറാവേണ്ടി വരികയാണ്. അല്ലാതെ സീരിയൽ ഉണ്ടാക്കുന്നവർക്കൊന്നും ഈ ഐഡിയ അറിയായിട്ടൊന്നുമല്ല. ഇവർക്ക് അറിയാം ഇതൊക്കെ. എല്ലാവരും ഇതുപോലെ നല്ല സിനിമകളും തിരകളും ഒക്കെ എഴുതാൻ പറ്റുന്ന നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടും കൂടിയാണ് ഇതിങ്ങനെ ഈ വ്യവസ്ഥിതി, അതായത് നേരത്തെ പറഞ്ഞ് ഈ ഒരു ആൺകോയ്മ വ്യവസ്ഥിതി ഇങ്ങനെ നിലനിൽക്കുന്നത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ തുടർച്ച. പണ്ടൊക്കെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, സ്ത്രീ കഥാപാത്രങ്ങൾ പക്ഷെ കുറവാണ് പൊതുവെ നമ്മൾ കാണുമ്പോൾ മറ്റേത് മുന്നിൽ നിൽക്കും. പക്ഷെ എങ്കിൽ പോലും കൂടുതലും ഇത് പറഞ്ഞ പോലെ മേൽക്കോയ്മയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതൊക്കെ മാറി വരണമെങ്കിൽ എല്ലാവരും അതുപോലെ ചിന്തിച്ച് തുടങ്ങിയാൽ മാറി വരുമായിരിക്കും. ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പുരുഷൻ ചെയ്യുന്നത് സ്ത്രീകൾ ഇപ്പൊ എല്ലാം ചെയ്യണില്ലേ ഇല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അത് സിനിമയിലേക്ക് വന്നാൽ പ്രശ്നം തീർന്നു ഇല്ലേ. ഡയറക്റ്റ് ചെയ്യണുണ്ടോ ഇല്ലേ, ലേഡീസ് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആക്ട് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഇന്ദ്രൻ ചേട്ടനും ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ കഥാപാത്രം ബാക്കി കൂടെയുള്ളവരുടെയും കൂടെ? അദ്ദേഹത്തിന്റെ എൻ്റെ വലിയ സുഹൃത്തായ ഗോപാലേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മളെ ഫാമിലി ആയിട്ട് തന്നെ ബന്ധപ്പെടുന്ന, എല്ലാ സമയത്തും ഏതൊരു സമയത്തും എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് വിളിക്കാൻ നമുക്കൊരു അയൽവാസി എന്തായാലും ഉണ്ടാവും, നല്ലൊരു സുഹൃത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. അയൽവാസിനേക്കാൾ അപ്പോഴും നല്ലൊരു സുഹൃത്ത് ഉണ്ടാവുമല്ലോ അവിടെ അല്ലേ. അങ്ങനത്തെ ഒരു കഥാപാത്രം സെന്തിലുണ്ട്. സെന്തില്, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, ഇവരൊക്കെ ഉണ്ട്. പിന്നെ ആ നാട്ടിലെ ആളുകളെ മുഴുവൻ പഠിപ്പിച്ചൊരു മാഷാണ് ഇയാൾ.
അപ്പൊ എല്ലാവരോടും കണക്ഷൻ ഉള്ള ഒരു മാഷാണ്. എല്ലാം അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ നാട്ടില് നമ്മളെല്ലാവരും പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടാവില്ല. ഉണ്ടാവും. ഈ ആളെ അല്ല ഞാൻ ഇപ്പൊ ചോദിച്ചു ഹരീഷേട്ടാ എന്താ ചെറുതായോ ഒന്നും കൂടെ. കാരണം വേറെ ഈ ഫേസ് പോലും ഇതല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. ആണോ? അതെ, അവിടെ വേറെ തന്നെ ഫേസ് ആണ്. സത്യം ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കി ഒന്ന് ചരിഞ്ഞു നേരത്തെ. അവിടെയാണ് മേക്കപ്പ്. പക്ഷെ ഇവിടെയാണ് എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ കണ്ടത്. പക്ഷെ ആള് ഇവിടെയാണ്. അതെ. പക്ഷെ ഇവരൊക്കെ എല്ലാരും തന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കോമഡി ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാവരും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഈ ഒരു മധുര കണക്കിലേക്ക് വരുമ്പോൾ ഇവരാരും നമ്മളെ ഇതിനകത്ത് ചിരിപ്പിക്കുകയായിരിക്കില്ല. പകരം നമ്മളെ അതെ. ഇപ്പൊ ഹരീഷ് കണാരനൊക്കെ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇതുവരെ നമുക്കറിയാലോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്നാ അത് അവരങ്ങനെ ഒരാൾ ഒരു എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്ത് പിന്നെ അയാൾ തന്നെ തുടരുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു രീതി. ഇതെല്ലാം മാറിയിട്ടുള്ള ഒരിക്കലും ഹരീഷിനെ കാണാത്തൊരു സ്ഥലത്താണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്നായി ചെയ്തിട്ടുമുണ്ട്. മറ്റുള്ളവരെല്ലാവരും സെന്തിലാണെങ്കിലും നിർമ്മലാണെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഫസ്റ്റ് സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു കാര്യം മധുര കണക്കെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നിശ്ചയിച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാനായിട്ട്. ബാക്കി ഒരുപാട് നിങ്ങൾ ചേട്ടന്റെ പ്രൊഡക്ഷനാണിത്. ഓക്കെ, സ്വന്തം മകൻ നായകനായിട്ട് അഭിനയിക്കുന്നു, അച്ഛൻ നല്ലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു. അതൊക്കെ വന്നതുകൊണ്ടും കൂടെ നാട്ടുകാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് കൂടെ കൂടുതലും കൂട്ടിയിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നി. അത് ചേട്ടൻ തന്നെ അത് കോൺഷ്യസ്ലി നമ്മുടെ നാട്ടുകാരല്ലേ, നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്, അവരൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണോ ചേട്ടൻ അവർക്കൊരു സ്പേസ് കൊടുത്തത്? തീർച്ചയായിട്ടും. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കഥ, തിരക്കഥ, സംഭാഷണം ശാന്തകുമാർ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും സുപ്രസിദ്ധനായ നാടകൃത്താണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്ക്രിപ്റ്റാണത്. അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മളെ വിട്ടുപോയത്. ആഫ്റ്റർ കോവിഡിന് ശേഷം അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കോവിഡും കൂടെ 2ാം ഘട്ടത്തിൽ വന്നപ്പോഴാണ് നമ്മൾ വിട്ടുപോയത്. അപ്പം ശാന്തൻ എന്ന് പറയുന്നത് ശാന്തനെ ഞാൻ പണ്ടേ സിബി സാറിനൊക്കെ ലോയേട്ടനൊക്കെ ഉള്ള സമയത്ത് തന്നെ പരിചയപ്പെടുത്തിയ ആളാണ്. അന്ന് ശാന്തൻ്റെ സ്ക്രിപ്റ്റ് വളരെയധികം എല്ലാ കഥാപാത്രങ്ങളും ശാന്തൻ അങ്ങനെയാണ്. അപ്പോൾ സാറിന് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ സിനിമ നടക്കാതെ പോയി? അപ്പോൾ ശാന്തൻ തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സിനിമാകാരനാവണം എന്ന് എന്നേക്കാൾ ആഗ്രഹിച്ച ആൾ ഹരീഷാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഈ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയി. അപ്പോൾ അത് ഈ സിനിമയോട് എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അത് വിട്ടുപോയത് കൊണ്ടുകൂടെ അത് ഉണ്ടാക്കിയെടുക്കാനോ അതിൻ്റെ ഒരു സാംസ്കാരിക ഉത്തരവാദിത്വം ധാരാളം. അപ്പോൾ അതിലേക്ക് ഇവരൊക്കെ ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ചേർത്തതിൽ ഓരോ കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിൽ ഈ ചർച്ച പ്രധാനമായിരുന്നു. ഇപ്പോൾ ശ്യാമതിലേക്ക് പിന്നീട് വന്ന സംവിധായകനാണ്. അത് ഞാനും ശാന്തനും കൂടെ ആയിരുന്നു ഡിസ്കഷൻ. അതിലേക്ക് ശ്യാമ് വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ഡിസ്കഷനായി. അപ്പോൾ അവിടെ ഇതിൽ ആദ്യം തന്നെ ഇപ്പോൾ നിഷയുടെ കഥാപാത്രം നിഷേനെ തന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. അല്ലാതെ മറ്റൊരാൾ ചിന്തിച്ചിട്ടാണ്ട് ഇതിലേക്ക് അങ്ങനെ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അതുപോലെ ഇപ്പോൾ ഹരീഷ് കണാരനാണെങ്കിലും നിർമ്മൽ പാലാഴി, സെന്തിൽ ഒക്കെ ആദ്യം തന്നെ ആലോചിച്ച ആളുകളാണ്. അങ്ങനെ തന്നെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലല്ല, എഴുതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് അതിൽ. ഇപ്പോൾ എൻ്റെ മകൻ വിഷ്ണു ഇതിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. വിഷ്ണുവിനെ കാസ്റ്റ് ചെയ്യുന്നത് ശാന്തനാണ്, ഞാനല്ല കാസ്റ്റ് ചെയ്തത്. ഇത് വിഷ്ണു ചെയ്താൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചത്. ഒന്നുമല്ല. അപ്പം വിഷ്ണു ഇതിലൊരു പ്രധാന കഥാപാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൽ ഓരോ കഥാപാത്രം വരുമ്പോഴിതിൽ ആരാണ് നായകൻ എന്ന ഒരു കഥയാണ് ഇതിലെ പ്രധാന നായകൻ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടുകയും ആ വിചാരിച്ചതുപോലെയൊക്കെ 2 ഷെഡ്യൂളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഫസ്റ്റ് തീരുമാനിച്ച എല്ലാവരും തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനും. ഇപ്പൊ വിഷുവിന്റെ കേസിലൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവന് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അവൻ തന്നെ അത് വിധിച്ചു എന്നുള്ളതാണ്, അവനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ എത്ര നാളായിട്ട് അവന്റെ ബ്ലഡിൽ കിടക്കല്ലേ ഹരീഷേട്ടാ. അച്ഛന്റെ അഭിനയം എത്ര ജനിച്ചപ്പോ മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ബ്രദറും നല്ലൊരു അഭിനയം ഇതിലൊക്കെ നിൽക്കല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും. പക്ഷെ എന്നാലും ഒരു സെറ്റിൽ വരുമ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് സ്വന്തം മകൻ ചെയ്യുമ്പം അവിടെ നമ്മൾ അച്ഛനും കൂടിയാണ്. അപ്പൊ അവനിലേക്ക് തെറ്റ് പറ്റുമോ? വിഷ്ണുവിന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ അവൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എത്രയെന്ന് പറഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് അവൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കും, ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി ഉണ്ടാവും. അവിടെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാൽ ഒരു ടെൻഷനും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. ചേട്ടൻ എങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? അതെന്താന്ന് വെച്ചാല് അത് പറയുമ്പോൾ ചിലപ്പോൾ ഞാനൊരു വെറുതെ കളതരം പറയാന്ന് വിചാരിക്കും ചിലപ്പം. അതായത് ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ റിഹേഴ്സൽ ക്യാമ്പുകൾ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഇവർ ജനിച്ച മുതലേ ശരിക്കും ഇവർക്ക് ഒരുപാട് ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ കാണുന്ന ഒരാളുകളാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവർ വളരുന്നതൊക്കെ. എൻ്റെ വാടക വീടുകളിൽ പോയി, ഞാൻ ഒരുപാട് വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, അവിടെ പോലും ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്, സ്ക്രിപ്റ്റിൻ്റെ വായന ഇത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഇവർ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോളം മറ്റൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അതിലപ്പുറത്തേക്ക്, കാരണം
ഇപ്പോഴും കാണുന്നതല്ലേ. ഇപ്പം എൻ്റെ കഥാപാത്രങ്ങളെ തന്നെ അവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് വിമർശിക്കല്ലാതെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം അത്തരം ഒരു സംഭവത്തിലൂടെ വളർന്നു വന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ അപ്പം മകന് പൈസയും കൊടുത്തിട്ടുണ്ടാവോ ശമ്പളമായിട്ട് രീതിയില്? അത് ആലോചിക്കേണ്ട കാര്യമാണല്ലേ. അതെ, കാരണം അവരോട് ചോദിക്കണത്. വിഷ്ണുവിനടുത്ത് ചോദിക്കണം, അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അച്ഛൻ അഭിനയിച്ചു, മകനെ അഭിനയിച്ചു അല്ലേ. അപ്പൊ ഈ 2 ശമ്പളം ലാഭമാണ്. യെസ് ചേച്ചി, നിഷ് ചേച്ചി, ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമേ പറഞ്ഞു ചേച്ചി ഇന്നിപ്പോ ഇങ്ങനെ ഭയങ്കര നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ടച്ച് വേർഡ് ഭയങ്കര നന്നായിട്ട് ഇരിക്കണം. അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി മധുരക്കണക്കിന്റെ ഷൂട്ടിന്റെ ഇടയിലും ഒക്കെ ആയിരുന്നു. ഇടയിൽ കുറച്ച് ബ്രേക്ക് ചെയ്തു. അന്ന് ചേച്ചി പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ഇതിന്റെ എന്തോ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ. അല്ല, അത് വേറൊരു മൂവിയുടെ ആണോ? ഇത് ആ സമയത്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ ചേച്ചി, ഇതിനകത്ത് നമ്മളിപ്പം ട്രെയിലർ കണ്ടെടുത്തോളം ഒരുപാട് അഭിനയ സാധ്യതയുള്ള നിങ്ങൾ അച്ഛനും അമ്മയുമായിട്ടാണല്ലോ നമ്മളിതില്. അപ്പൊ ചേച്ചിയെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇവര് ഫസ്റ്റ് മനസ്സിലേക്ക് പോയത് നിഷാസാരം കാണുന്നു പറഞ്ഞു. പക്ഷെ ആ ഒരു കോളിൽ തന്നെ ചേച്ചിക്ക് ഇത് ലോക്ക് ചെയ്യണമെന്ന് തോന്നിയോ? കാരണം ശാന്തേട്ടനെ എനിക്കറിയായിരുന്നു. ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന് പറഞ്ഞ മൂവി അതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെയാണ് ഇവരുടെ ഈ ചർച്ച നടക്കുന്നത്. അപ്പോഴാണ് അവിടുന്ന് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നത്. ഇപ്പോൾ ഹരീഷ് ഏട്ടൻ, ശാന്തേട്ടൻ, പിന്നെ ശ്യാമേട്ടൻ അല്ലേ, ഇവർ 3 പേരും കൊണ്ട് ഇരുന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്, ഫോണിൽ വിളിക്കണം. അപ്പൊ തന്നെ ഞാൻ അറിയായിരുന്നു. ഓക്കെ, അപ്പൊ കഥാപാത്രം എന്താണ്, ചേച്ചിക്ക് എന്താണ് റോൾ, അതൊന്നും അന്വേഷിക്കുന്നതിന് മുമ്പ് ഇവരാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ചേച്ചിക്ക് പരിചയമുള്ളതുകൊണ്ട് തന്നെ അതങ്ങ് ചെയ്യാൻ പറ്റി അല്ലേ? എന്താണ് ചേച്ചി ഇതിനകത്ത് പറയാൻ പറ്റുന്നിടത്തോളം ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇതെന്താണ്? ഇപ്പൊ ഹരീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കണക്കെന്ന് പറഞ്ഞ ജീവിതത്തിലെ കണക്ക് ഒരിക്കലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ജീവിച്ചു പോണു, അത് ജീവിച്ച് അതിന്റെ കണക്ക് എങ്ങനെയാകും എന്നുള്ളത് അത് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ആൻസർ നമ്മൾ ലൈഫിന്റെ ഒരു ക്ലൈമാക്സ് അറിയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ ജീവിച്ചു പോവാണ്. നമ്മൾക്ക് പല കണക്കുകൂടില്ല. ഒരു ശമ്പളം കിട്ടുമ്പോഴും നമുക്ക് പലതായിട്ട് കണക്ക് കൂട്ടും. പക്ഷെ അത് ഇങ്ങനെ ഒരു ഹരിച്ച് കുളിച്ച് ഒക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവസാനം നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല. ചിലതൊക്കെ നടക്കാം, ചിലതൊക്കെ നടക്കില്ല. ചിലതൊക്കെ നമ്മൾ വിചാരിച്ചത് ഒന്നും നടക്കാതെയൊക്കെ വരാം. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളാണ് പല. അങ്ങനെ ഒരു കണക്കാണിത്. അപ്പോൾ ചേച്ചിക്ക് അഭിനയിച്ചപ്പം നമ്മുടെ കാരണം ചേച്ചി റിയൽ ലൈഫിലും ഒരു അമ്മയാണ്, ഇതിനകത്തും ഒരു അമ്മയായിട്ട് ഇങ്ങനത്തെ ഒരു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു സംഭവങ്ങളുമാണ് നിങ്ങൾ ഈ സിനിമയിലൂടെയും പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് പല പല സിറ്റുവേഷൻസിലും ഇത് റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതിലെ കണക്ക് അങ്ങനത്തെ ഒരു കണക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ. നമ്മളെയൊക്കെ ലൈഫിലൊക്കെ ചിലരുടെയൊക്കെ, എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതാണ്. മക്കള് നിഷ, ഞാൻ ഫൈനൽ കട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ മനസ്സിലാവുള്ളത് ചില ഭാഗങ്ങളൊക്കെ ഒരു അടുപ്പ് ഊതിയിട്ട് ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ പൊള്ളുന്ന ഒരു അവിചാരിതമായിട്ട് അവിടെ സംഭവിച്ചതായിരിക്കണം. അത് എനിക്ക് അറിയില്ല, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനില്ല. ഞാൻ എത്ര റിയലിസ്റ്റിക് ആയിട്ട് അവർ ചെയ്യുന്നത് തോന്നിപ്പോയി. ഞാൻ അത് ശരിക്കും ഭയങ്കര നമുക്ക് ശരിക്കും ഇതായി പോകുന്നത് രീതി അത്രയും ഗംഭീരമായിട്ട് ഓരോ സീൻസും. എന്നാൽ ആ കഥാപാത്രത്തിന്റെ മുഴുവൻ വിഷമം, അപ്പം മറ്റൊരാൾ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വീണ്ടും ഈ വർക്കിലേക്ക്, ഈ പ്രോപ്പർട്ടി ആക്ടിങ് എന്ന് പറയുമല്ലോ, അത് എളുപ്പമല്ല. അത് ഇപ്പൊ നിരന്തരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളായിരിക്കും സാധാരണ ജീവിതത്തിൽ. അയാൾക്ക് ഇതാ ഒരു സിഗരറ്റ് കൂടി എന്നുള്ളത് കത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കും വിട്ടുകൊടുത്ത അയാൾ കഴിഞ്ഞു അയാളെ സംഭവം. അപ്പൊ അതാണ് ഈ പ്രോപ്പർട്ടി ആക്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത് ഇത്ര മനോഹരമായിട്ടൊക്കെ ചില സീൻസൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എടുത്തെടുത്ത് നോക്കിപ്പോയി. കൈ പൊള്ളിപ്പോയതാ ആക്ച്വലി. അത് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യം, മോളെന്തോ വന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യവും സങ്കടവും ഒക്കെ വെച്ചിട്ട് എന്താണ് തീ അടുപ്പില് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് എടുത്തപ്പോ എന്റെ കൈ പൊള്ളി, ശരിക്കും ഒറിജിനലായിട്ട് പൊള്ളിപ്പോയി. അപ്പൊ പൊള്ളിയിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ആ ഒരു എന്തായാലും നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ലേ, വെള്ളത്തിലൊക്കെ പറഞ്ഞിരിക്കുമ്പോ കൈയൊക്കെ പൊള്ളാം. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങ് പോയി. റിയൽ ലൈഫിൽ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ അതങ്ങനെ പോയി. അറിയാതെ സംഭവിച്ചു. അപ്പൊ എന്തായാലും താങ്ക്സ്. മനോഹരമായത്. ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇല്ല ഇവിടെ, അത് പിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ പലരുടെയും ലൈഫിൽ നമുക്ക് പല മൊമെന്റ്സും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് ഈ സിനിമ അല്ലേ? ഫാമിലി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സാധനമാണ്. അതിനിടയിൽ കൂടി ഒരു ലവ് സ്റ്റോറിയും ഫാമിലിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഫാമിലി സെന്റിമെന്റ്സ് മാത്രമല്ല പറയുന്നത്, ഫാമിലിയുടെ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് അത്തരം കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. ഓക്കെ, ഇനി ചേച്ചിയുടെയും ലൈഫിൽ ഇത്തരത്തിലുള്ള ഇത്രയും പ്രതിസന്ധികളിലൂടെ ചേച്ചി പോയി നമ്മൾ പറഞ്ഞല്ലോ. അതിൽ നിന്നെല്ലാം ഇന്നിപ്പോൾ ചേച്ചി റിക്കവർ ചെയ്ത് ഇന്ന് നല്ല സ്ട്രോങ്, നല്ല ബ്യൂട്ടിഫുൾ ലേഡി, ഇന്നിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ചേച്ചി
എന്തൊക്കെയാണ് ഇത്രയും ഹെൽപ്പ് ചെയ്തത് ബാക്ക് ടു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ചേച്ചി ആക്ഷനിലേക്ക് വന്നു? ചേച്ചി സെൽഫായിട്ട് തന്നെ ഡിസൈഡ് ചെയ്ത് വന്നതാണോ അതോ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടിലാണോ? എങ്ങനെയാണ് ചേച്ചി തിരിച്ചു വന്നത്? അതെല്ലാം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണല്ലോ. അപ്പം മറ്റൊരാളുടെ കൊണ്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചാൽ ചിലപ്പോൾ അവർ നമ്മളൊപ്പം അതേപോലെ നിന്നെന്ന് വരില്ല. ഇല്ലേ, പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യരും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക ലൈഫ്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനും സ്പീഡിൽ പോയേ പറ്റുള്ളൂ അല്ലേ, അവരൊപ്പം നമ്മൾ ഓടണം. അപ്പോൾ എന്നെ സഹായിച്ചു എന്നും പറയാം. കാരണം മുന്നിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡൗൺ ആയിട്ടിരുന്നാൽ നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ച് എന്നെ എങ്ങനെ ആക്കിയെടുക്കണമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ അങ്ങനെ എപ്പോഴും ചേച്ചിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു, എനിക്കും തിരിച്ചു വരണം അല്ലേ? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്നെ ദൈവം തിരിച്ചെത്തിച്ചു. കാരണം ആഗ്രഹങ്ങളാണല്ലോ, നമ്മൾ മനസ്സിന് എപ്പോഴും ആഗ്രഹങ്ങളാണല്ലോ. നമുക്ക് ഇനി ഇതൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോഴേ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ TV കാണണേ. മറ്റേത് എനിക്ക് TV കാണലൊക്കെ വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ മൂവീസ്, കുറേ OTT പ്ലാറ്റ്ഫോമിൽ കുറേ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതൊക്കെ ആയിരുന്നു എൻ്റെ ആ തിരിച്ച് വരലിൻ്റെ കാരണം. അതൊക്കെ തന്നെയായിരിക്കും. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രചോദനം ചെന്നത് എനിക്കത് തന്നെയാണ്. അല്ലാണ്ട് മറ്റൊരാളിൽ കണ്ടിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രോഗ്രാംസ് TV-യിൽ കണ്ട ഓരോ പ്രോഗ്രാംസിലൂടെ ഞാൻ ചെയ്തിരുന്നതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. പിന്നെ ഞാൻ വാക്ക് കൊടുത്തതൊക്കെ കുറേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റിക്കവറായേ പറ്റുള്ളൂ. കാരണം എനിക്ക് എന്നിട്ടും ഞാൻ പോയിട്ട് ഇടയ്ക്ക് അതിനെ അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും അവിടെ വെച്ച് വീണ്ടും ഒന്നേന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വന്നു. കാരണം അവിടെ ചെന്ന് എൻ്റെ ശരീരം ഇളകി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നേന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വന്നു. വീണ്ടും ആ മരുന്ന് കഴിച്ച മരുന്നിന് വീണ്ടും കഴിക്കണം. 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. 2 പ്രാവശ്യം 2 ഷെഡ്യൂൾ അങ്ങനെ സംഭവിച്ചു. എന്നിട്ടും ഞാൻ റിക്കവർ ആവാന്നുള്ളത് എൻ്റെ വാശിയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇവിടെ എത്തിയേ പറ്റുള്ളൂ. ഇവിടം വരെ ദൈവം എത്തിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നമ്മൾ എന്ത് വലിയ കാര്യമാണെന്ന് നമ്മൾ മുന്നോട്ട് വിചാരിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ. ഡോക്ടർ ഒരു മെയിൻ ഡോക്ടർ അല്ല, അതിന് കൂടുതലുള്ള ഡോക്ടർ വൈഫ് വഴക്ക് പറഞ്ഞു, എന്തിനാ ഇപ്പോഴേ ഇതിങ്ങനെ ഒരു സ്ട്രെയിൻ എടുക്കാൻ പോയാൽ, അറിയില്ലായിരുന്നോ ഇത്രയും വയ്യാത്തതാണ്, അപ്പോൾ എന്തിനാ പോയെന്ന് പറഞ്ഞ് ഒരുപാട് കുഴപ്പം. മറ്റേ ഡോക്ടർ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞ് പുള്ളിക്കാരുടെ മനസ്സിലുള്ള വാശിയാണ്, അതങ്ങനെ തന്നെ പോട്ടെ, അത് നല്ലതാണ്, പെട്ടെന്ന് റിക്കവർ ആവാൻ അത് സഹായിക്കുമെന്ന് പറഞ്ഞു. ആ ഡോക്ടറെ വാക്കുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്തു. അത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. ഡോക്ടർ പറഞ്ഞു അങ്ങനെ ആയാലേ പെട്ടെന്ന് ഇത് റിക്കവറായി വരുള്ളൂ. മനസ്സ് വിചാരിക്കണം, നമ്മൾ മാത്രം അല്ലേ, മനസ്സ് വേറൊരാൾ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. എൻ്റെ മനസ്സ് വിചാരിക്കണം ഞാൻ പെട്ടെന്ന് റിക്കവർ ആവണം. എന്റെ മനസ്സ് വിചാരിച്ചു. അപ്പൊ ചേച്ചി ഇനി ബാക്ക് ടു ബാക്ക് മൂവീസ് ആണ് കൂടുതലോ പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ? ഇല്ല, ഇപ്പൊ ഒരു പ്രോഗ്രാം വേറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സീരിയല്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും എനിക്ക് എപ്പോഴും നമ്മളിപ്പോ മൂവീസിൽ ലേഡീസ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അത് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ എന്ന് വെച്ച് ഭയങ്കര പഴയതുപോലെ ഒരുപാട് ഓടി നടക്കണം എന്നല്ല. കാരണം നമ്മളെ ഹെൽത്തൊക്കെ ഇനി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഹെൽത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര നമുക്ക് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഈ ഒരു അല്ലേ. അപ്പൊ അതും ഹെൽത്ത് നോക്കിക്കൊണ്ട് അഭിനയിക്കണം എന്നാണ് ഇപ്പൊ. മറ്റേ ഹെൽത്ത് നോക്കാതെയുള്ള ഓട്ടമായിരുന്നു. ഒരു സെറ്റിൽ നിന്നും മറ്റേ സെറ്റിലേക്ക് നിരന്തരം രാത്രിക്ക് ഉറക്കമില്ലാണ്ട്. അല്ല, എനിക്ക് ഹരീഷേട്ടൻ്റെ ഒപ്പം ഞങ്ങള് പണ്ടും നമ്മള് പിന്നെ മനസ്സറിയാതെ കാലഘട്ടം സീരിയലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ട്, ഞങ്ങളൊക്കെ ഒരേ ടൈമിലാണല്ലേ വരലൊക്കെ, അന്ന് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നതാ. പക്ഷെ ഇപ്പോഴും ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹം. അതാണ് സത്യം. അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴും എന്നെയൊക്കെ ഇവര് ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഓർത്തല്ലോ എന്ന്, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അന്നോട്ടും ഞാൻ ഇതേപോലെ സീരിയലിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് സീരിയല് ഒരേ ടൈമൊക്കെ ഒരുപാട് സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം കുമ്പളയിൽ വന്നു. അപ്പോൾ അത് മാത്രമായിട്ട് പിന്നെ അങ്ങ് പോയി. അപ്പൊ ഇനി എല്ലാം സീരിയലും സിനിമയും എല്ലാം കൂടെ ഒരുമിച്ച് പറ്റുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുന്നു. ഇപ്പം ചേട്ടനും സീരിയലിൽ നിന്ന് തന്നെയാണ് തുടങ്ങി വന്നത്. ചേട്ടൻ ഫസ്റ്റ് ക്യാരക്ടർ തന്നെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ചേട്ടന്റെ രൂപവും സംസാരവും ആക്ഷനും
ഒരു എന്താ പറയാ, സാധാരണ നമ്മളിപ്പോ സിനിമയിലൊക്കെ ഒരു ഹീറോയ്ക്ക് കിട്ടുന്ന ഒരു പവറും ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതേപോലെയായിരുന്നു ചേട്ടൻ ആ സീരിയലിനകത്ത് ശബ്ദം കഥാപാത്രത്തിലൂടെ. പോലെ ഒരു ശരിക്കും രൂപവും ശബ്ദവും അല്ലെ? വേറെ- വേറിട്ടൊരു കഥ വേറിട്ട അല്ലേ? ലുക്കായിരുന്നു. ആ ലുക്കും ഇതും ചേട്ടൻ്റെ ഒരു നോട്ടം ഉണ്ടല്ലോ. അന്ന് ഈ ചേട്ടനെ അഭിനയിക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു ഈ ചേട്ടനെ പോന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ അതിൽ തന്നെ ഞാൻ വന്നു ഇല്ലേ, അതിൽ തന്നെ ഞാൻ പോയി ചായങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആ അതിൽ തന്നെ പോയി പുള്ളിയുടെ ഒപ്പം അഭിനയിക്കുകയും ചെയ്തു. സത്യം. ഓ, അത് കഴിഞ്ഞുള്ള സീരിയൽ ആ, മനസ്സറിയാതെ അതെ, അതിന്റെ അടുത്ത് വന്നപ്പോ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. പിന്നെ നിരന്തരം അങ്ങനെ കുറെ ചെയ്യാൻ അതെ പറ്റി. അതെ, അതെന്തോ ഭാഗ്യം. ഓക്കെ. അപ്പൊ ചേട്ടൻ അന്ന് അങ്ങനെയാണ്. അന്നിപ്പോ സോഷ്യൽ മീഡിയ ഒന്നും അല്ലല്ലോ, സാറ്റലൈറ്റ് ചാനലും വെച്ച് മാത്രം എല്ലാവരും നിൽക്കാണ്. പക്ഷെ അന്ന് സീരിയലിന്റെ ഒരു അത്രയ്ക്കും ഉണ്ടായിരുന്നു, സീരിയലിനോടുള്ള എല്ലാവരുടെയും ഇഷ്ടവും. അല്ലെ ടി വി അത്രയ്ക്കും അധികം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു നായക പരിവേഷം അല്ലെങ്കിൽ പോലും ചേട്ടൻ ചെയ്ത കഥാപാത്രം വളരെ സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നു. അത്രയും ചേട്ടൻ അന്ന് ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടതുമല്ല. പിന്നീട് ചേട്ടൻ സിനിമകളിലേക്ക് വന്നു. മലയാളം വിട്ട് തമിഴിലേക്ക് പോയി, തെലുങ്കില് പോയി. ചേട്ടൻ ബാക്ക് ടു ബാക്ക് ഒരുപാട് വില്ലനായിട്ടുള്ള കഥാപാത്രമായിക്കോട്ടെ, ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേട്ടൻ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അവിടെ നിന്ന് വന്ന ഒരു വ്യക്തിക്കാണ് ഇത്രയ്ക്കും എല്ലാം ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ഇതെന്നെല്ലാം അറിയാം. ഇപ്പൊ ചേട്ടൻ എന്തുകൊണ്ട് അപ്പൊ തിയേറ്റർ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നില്ലേ, അതോ പറ്റുന്നില്ലേ, എന്താണ്? അതായത് തിയേറ്ററിൽ അത്രയും ചെയ്തതാണ് ഞാൻ. പിന്നീട് നമുക്കിങ്ങനെ ഒരു തിയേറ്ററിൽ നിന്നാണല്ലോ നമുക്കിതൊക്കെ തന്നത്. അതെ. അപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ജയപ്രകാശ് കുളൂർ എന്ന് പറഞ്ഞിട്ട് കുളൂർ സാറിൻ്റെ കീഴിൽ ഗുരുകുലമായിട്ടാണ് നാടകം പഠിച്ചതൊക്കെ. ഒരു 4 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൂടെ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട് കളിക്കപ്പെട്ടത്. ഒരുപാട് അപ്പുണ്ണി സീരീസുകളുണ്ടായിരുന്നു. അപ്പുണ്ണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സീരീസായിരുന്നു അത്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. അപ്പം അതിലൂടെ അത്രയും ഫുൾ ടൈം കളിക്കപ്പെട്ടപ്പോൾ പിന്നീട് ദൈവം തരുന്ന ഒരു ഇടവേളയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സ്ഥലങ്ങളിലേക്കുള്ള പോസ്റ്റിംഗ് കിട്ടുന്നത്, ഇപ്പോൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ തിയേറ്ററിലേക്ക് പോകണം, മടങ്ങുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കാനുള്ള സാമ്പത്തികമൊക്കെ നോക്കണമല്ലോ. എല്ലാ വിവരങ്ങളും കൂടുതൽ കിട്ടുന്നൊരു ഇപ്പം തമിഴ്, ഇപ്പോൾ നമ്മൾ മലയാളം നല്ല സിനിമയാണ്, നമുക്കറിയാം മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ അതേ സമയത്ത് തമിഴിൽ എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അവിടുന്ന് തെലുങ്കിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ വീണ്ടും തിരിച്ച് മലയാളത്തിലേക്ക് തന്നെ വരുമ്പം പഴയ ശമ്പളമല്ല തരുന്നത്. അപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ബെറ്റർമെൻറ്റ് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ടാണല്ലോ നമ്മൾ ഇപ്പം എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നത്. പിന്നെ എവിടെയാണെങ്കിലും പണം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മൾ നടത്തുന്നത് അഭിനയമാണല്ലോ. അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യയാണല്ലോ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഒരു തൊഴിൽ നേടി പോവല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ സിനിമകളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ. അവരൊക്കെ ഇന്നിപ്പോൾ തിയേറ്ററിന് ചേട്ടനൊക്കെ തുടങ്ങിയ പോലത്തെ പോലും അല്ല. ഇന്നിപ്പോൾ തിയേറ്ററിന് വേറെ തന്നെ അതിനെ കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നുണ്ട്, ആൾക്കാർ അതിനെ കൂടുതലായിട്ട് ഇന്നിപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇടയിൽ എങ്ങനെയെങ്കിലും ഒക്കെ അവരൊരു സ്പേസോ അല്ലെങ്കിൽ ഒരു സമയം കണ്ടെത്തി അവരെങ്ങനെയെങ്കിലും തിയേറ്ററിലേക്ക് പോകാനും നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചേട്ടനും ഇത്തരത്തിലെ ഒരു നിങ്ങളുടെ ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഒരു സാധനം ചെയ്യുമ്പോൾ ചേട്ടൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ? അല്ലെ ചിലർ കഴിഞ്ഞു, ഇനി ഇപ്പൊ സിനിമ എന്നുള്ള രീതിയിലാണ് ചിലർ മുന്നോട്ട് പോകുന്നത്. ചേട്ടന്റെ ഒരു ഡിസിഷൻ അല്ല, അത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെയൊക്കെ തിയേറ്റർ രമ്യ എത്രത്തോളം കണ്ടിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു തരാം, ആളുകൾക്ക് മനസ്സിലാവാനും കൂടിയാണ് പറയുന്നത്. ഇപ്പം അപ്പുണ്ണികളുടെ ജീവിതം. അപ്പൊ ഈ അപ്പു ഉണ്ണി ഒരു സമയത്ത് ഒരു നാടകത്തിൽ ഒരു കൂട്ടുകാരായിരിക്കും, മറ്റൊരു സ്ഥലത്ത് അവർ അച്ഛനും മകനും ആയിരിക്കും. അങ്ങനെ ഈ ലോർലൻ ഹാർഡി അങ്ങനത്തേക്കുള്ള പോലത്തെ ഒരു ക്യാരക്ടേഴ്സാണ് അവർ. അതുകൂടാതെ ഒറ്റയ്ക്കുള്ള നാടകങ്ങളുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഞാൻ ചെയ്ത നാടകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അത് വലിയ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ കേരളം ഏറ്റെടുത്ത പരീക്ഷണങ്ങളാണ്. അതായത് നിരന്തരം അതിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ചെയ്തതാണ്, ഒരുപാട് ചെയ്തതാണ്. പിന്നീട് ഇപ്പോഴത്തെ തിയേറ്ററുകൾക്ക് ശരിയാണ് കൂടുതൽ പ്രചാരണമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിരുന്ന അങ്ങനെയുള്ള സദാനന്ദൻ ആരാണ് ഇങ്ങനെയാക്കിയത്, അതാണ് നാടകത്തിൻ്റെ പേര്. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ്, അതാണ് കഥ. അപ്പോൾ ആ അധ്യാപനങ്ങൾ ഞാൻ എന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാസർഗോട്ടോ കണ്ണൂരോ എവിടെയോ വണ്ടി കയറി എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഞാൻ വേഷമൊക്കെ കെട്ടി വന്നതിന് ശേഷം ഞാനിതിലിങ്ങനെ ഒരു അധ്യാപകനായിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ അധ്യാപകനായിട്ട് അഭിനയിക്കുമ്പോൾ നിങ്ങളും ഇതിലെ വിദ്യാർത്ഥിനികളാണ്, അതുകൊണ്ട് നിങ്ങളും ഇതിൽ അഭിനയിക്കണം, തയ്യാറാവണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം പറയണം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, എന്നോട് സഹകരിക്കണം, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കണം, എന്താ തയ്യാറല്ലേ എന്ന് ചോദിക്കും. ആൾക്കാർ
കോൺഷ്യസ് നാടകം കാണാവുന്നവരാ അവര്. പക്ഷെ അവരിൽ 1-2 ആളുകളുണ്ടാവും ഇൻട്രസ്റ്റ് ഉള്ള അവർ കൈമുന്തിക്കും. ഞാൻ പറയും നിങ്ങളെല്ലാവരും തയ്യാറായാൽ മാത്രമേ ഇന്ന് നാടകമുള്ളൂ. ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. വേണമെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം, അത് നഷ്ടം ഞാൻ സഹിച്ചോളാം. നാടകം വേണോ വേണ്ടതെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരെല്ലാവരും കൈമുന്തിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ മാഷ് അറ്റൻഡൻസ് ആണ് എടുക്കുക. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ ഞാൻ ആദ്യം കളക്ട് ചെയ്ത് വെച്ചിട്ടോ. രമ്യ വിളിക്കും, ഹാജർ സാർ, നിഷ, അങ്ങനെ ജനങ്ങളായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് നാടകം തുടങ്ങും. അപ്പം പലപ്പോഴും ആ നാടകം ഇറങ്ങി കളിക്കും, ആളുകളുടെ അടുത്തേക്ക് പോകും, ചോദ്യങ്ങൾ ചോദിക്കും. ഗാന്ധി മരിച്ച ദിവസം നോട്ടീസ് വരുന്നുണ്ട്, എഴുന്നേറ്റ് നിർത്തിപ്പിക്കും. 2 മിനിറ്റാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിൽക്കുക. ഈ 2 മിനിറ്റിന് സ്റ്റേജിൽ 2 സെക്കൻഡ് മതി, 2 മിനിറ്റ് ഫീൽ ചെയ്യും. ഇത് 45 മിനിറ്റ്സ് ആണ്. ഇത് അപ്പോൾ 2 സെക്കൻഡ് ഒറിജിനൽ 2 മിനിറ്റിലേക്ക് കൊണ്ടുപോകും. അത് അവർക്ക് ഭയങ്കര ഇങ്ങനെ. അപ്പം എന്താ ചോദിക്കും, ഇപ്പോൾ ഇവിടെ പണി മുട്ടിയ സമയത്ത് നിങ്ങളും ഞാനും എഴുന്നേറ്റ് നിന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓരോ തരത്തിലുള്ള ചിന്ത ഉണ്ടായിട്ടിട്ട് ആ ചിന്ത എന്താണെന്ന് ഇന്നേരം ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക. സമയം തരാം, ചിന്തിച്ചോ. അപ്പം ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് എപ്പോഴാ പിന്നെ ഒന്ന് നിർത്തുക എന്നുള്ളവരൊക്കെ എന്തെങ്കിലും ചോദ്യം ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം പക്ഷെ അതൊന്നും മിണ്ടില്ല. ചിന്തിച്ചോ, സമയം കൊടുക്കും, ചിന്തിച്ചോ. അപ്പോൾ ഓരോരുത്തരും അവനോട് ചോദിക്കും എന്നുള്ളതിൽ ഇങ്ങനെ ഞാൻ എന്ത് പറയും എന്നുള്ളതിൽ ഇരിക്കുകയും. അപ്പോൾ ആ ചിന്തയാണ് നിങ്ങൾ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അതറിയും. അപ്പം അതായത് അത് ഭയങ്കര എന്ത് എഴുതിയിരുന്നു ഞാനില്ലേ എന്ന് അയാൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം. ഇത്തരം പ്ലേയിലൂടെയാണ് പോകുന്നത്. അന്ന് സദാനന്ദൻ്റെ ഒരു ക്ലൈമാക്സ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒറിജിനലി സദാനന്ദൻ അവിടെ വെച്ച് നടന്ന അയാളുടെ തട്ടിമുറി സിസോഫ്രാനിക്കായ ഒരു മനുഷ്യനാണ്. അയാൾ തട്ടുംപുറത്ത് വെച്ച് നടത്തുന്ന അയാളുടെ ഒരു ക്ലാസ്സാണ്. അദ്ദേഹം B.Ed ബിരുദധാരിയായിരുന്നു. അതുകൊണ്ടാണ് ആ ക്ലാസ് നടക്കുന്നത്. ഒക്കെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകും. അപ്പം ഞാനിതിൻ്റെ പ്ലേയുടെ ഒരു ഘടന പറഞ്ഞതാണ്. അത് ചേട്ടന്റെ ഒരു പരീക്ഷണമായിരുന്നു. ജയപ്രകാശ് സ്കൂൾ സാറിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് നിരവധി ഒരു 300-400 സ്റ്റേജ് കഴിഞ്ഞ സാധനം, വലിയ ഹിറ്റായി അത് മാറി, വേറൊരു തരംഗം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ. അത്തരം സാധനങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഇനി ഞാനൊരു നാടകം ചെയ്യുമ്പോൾ അത് മറ്റൊരു തലത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ നമ്മളൊരു രസത്തിന് വേണ്ടി ഒരു നാടകത്തിൽ പോയി പങ്കെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു പ്രൊമോഷൻ ദൈവം അല്ലാതെ തന്നെ തന്നു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് നല്ലത് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അതൊരു ആർട്ടിസ്റ്റിന് അല്ലേ, എത്രയാണേലും നിങ്ങൾ രണ്ടുപേരും എത്രയോ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ ചെയ്തു പോച്ചത് തന്നെ ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് മനസ്സിന്റെ തൃപ്തി എന്ന് പറയുന്നത് വേറിട്ട ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങളിലെ കഴിവ് കാണിക്കാൻ പറ്റുന്നത് കിട്ടുമ്പോൾ അതിന് നിങ്ങൾക്കൊരു വല്ലാത്തൊരു സന്തോഷവും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുതലായിട്ടും വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഞങ്ങളും December 4th കാത്തിരിക്കാം. അപ്പൊ നമുക്ക് അതിനുശേഷം വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.